ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. എനിക്കല്ല, നമ്മുടെ അച്ഛനാണ് കേട്ടോ. എന്താണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ടാവുകയാണ് കേട്ടോ. അപ്പോൾ അതേ എൻ്റെ കിളികളൊക്കെ ഉണ്ട്. രാവിലെ എണീറ്റാൽ എനിക്ക് പുറത്തേക്ക് വന്ന ആദ്യം ഞാൻ എൻ്റെ കിളികളെയാണ് കേട്ടോ നോക്കുക. അവർ സേഫായിട്ടല്ലേ ഇരിക്കുന്നതെന്ന് ഞാൻ ആദ്യം നോക്കുള്ളൂ. കാരണം രാവിലെ എണീക്കുമ്പോഴേക്കും ചിലതൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നെറ്റൊക്കെ അടിച്ചിട്ട് അവർ സേഫായിട്ടൊരു കൂട്ടിലാണ് ഇട്ടിക്കണത്. എന്നാലും എണീറ്റ് വന്നാൽ അവരെയൊന്ന് നോക്കി അവർ സേഫാണെന്ന് ഉറപ്പ് വരുത്തിയാൽ എനിക്കൊരു സമാധാനം കിട്ടാറുള്ളൂ. അപ്പോൾ നമ്മുടെ അച്ഛട്ടും ഇവിടെ ദേ രാവിലെ എണീറ്റ് പല്ലേക്കാണ് കേട്ടോ. അപ്പോൾ അവൻ തന്നെ പല്ലേക്കാണെങ്കിൽ ദേ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അപ്പുറം ഇപ്പുറമൊക്കെ നോക്കി എല്ലാം കണക്കെടുത്തതിന് ശേഷമേ അവൻ പല്ലേക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാനാണ് പല്ലേക്കാറ്. അപ്പോൾ ഇന്ന് അവൻ തന്നെ പല്ലേക്കാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ ദേ പല്ലേച്ചുകൊണ്ടിരിക്കുകയാണ്. പല്ലൊക്കെ തേക്കൽ കഴിഞ്ഞ് അവനെ കുളിപ്പിച്ച് എല്ലാം റെഡി ആക്കിയിട്ട് ദേ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു, ആൾ നിൽക്കുന്നുണ്ട്. ആളെ ജനം ഫോട്ടോ എടുക്കണമെന്നൊരു ഫോട്ടോ എടുക്കല്ല കേട്ടോ. പിന്നെ ദേ അപ്പുറത്ത് രണ്ട് കാല് കാണുന്നുണ്ടല്ലോ, അത് നമ്മുടെ കിച്ചൂട്ടനാണേ. അപ്പോൾ നമ്മുടെ അച്ചൂട്ടിന് സ്കൂളിൽ ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാജുവേഷൻ സെറിമണി എന്ന് പറയും. അതായത് നമ്മുടെ കുട്ടികൾ UKG കഴിഞ്ഞല്ലോ. അപ്പോൾ UKG കുട്ടികളുടെ ഒരു ഇതാണ് കേട്ടോ ഗ്രാജുവേഷൻ സെറിമണി. അപ്പോൾ അത് ഇന്നാണ് നമ്മുടെ അച്ചൂട്ടിൻ്റെ സ്കൂളിൽ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അച്ചൂട്ടിന് ഞാൻ സ്കൂൾ വണ്ടിയിലാണ് പറഞ്ഞയച്ചത്. അവൻ പോയതിന് ശേഷം വേഗം വന്നതേ ഞാനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10-10:30 ടൈം നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് സ്കൂളിലെത്തണം. അപ്പോൾ ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാഗൊക്കെ കൊണ്ടുപോയി കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. അതിൽ കിച്ചണിൻ്റെ ഒരു കുപ്പി വയ്ക്കണം, അതിനാണ് ഈ ബാഗ് എടുത്തിട്ട് പോണത്. അപ്പോൾ വണ്ടി പറഞ്ഞിട്ടുണ്ട്, വണ്ടി ഇപ്പോൾ വരും. അപ്പോഴേക്കും ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ കിച്ചൂട്ടിന് റെഡി ആയിട്ടുണ്ട്. ഞാൻ കിച്ചൂട്ടിനെ കാണിച്ചു തരാൻ അവിടെ എന്തോ ഒരു പണിയിലാണ് കേട്ടോ. അവനെ കാണിച്ചു തരാം. കിച്ചൂട്ട് എന്താ ഇവിടെ എന്തോ കാര്യമായിട്ടൊരു പരിപാടിയിലാണ് കേട്ടോ. വേറെ നല്ല ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ. അത് 2 കഷ്ണാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അത് എങ്ങനെ തിരിച്ച് സെറ്റ് ചെയ്യാന്നാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എപ്പോൾ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്താലും ഇത് തന്നെയാണ് കേട്ടോ. എന്ത് കളിപ്പാട്ടമായാലും ആദ്യം അവനൊക്കെ ഒന്ന് അഴിക്കും, എന്നിട്ട് തിരിച്ച് ആദ്യം മുതലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് അവൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും കിച്ചൂട്ടും കൂട്ടത്തേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിച്ചൂട്ട് ഇങ്ങനെ ഏറ്റവും വലിയ നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീവണ്ടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ സ്കൂൾ, കുറച്ചേ പോകണ്ടുള്ളൂ. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പഠിച്ച് കളിച്ച് വളർന്ന എൻ്റെ സ്കൂളാണ് ഈ കാണുന്നത്. പക്ഷേ ഞാൻ പഠിക്കുന്ന സമയത്ത് സ്കൂളല്ല കേട്ടോ. ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ 2 ഉദാഹരണമാണ് ഈ 2 വലിയ ബിൽഡിങ് കേട്ടോ. ഈ ഒരു ബിൽഡിങ് ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ചതാണ്. ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഉദ്ഘാടനത്തിന് അന്നേരം നമ്മുടെ അച്ഛൻ്റെ ഡാൻസൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ അച്ഛൻ്റെ ക്ലാസ്സിലൊക്കെ കയറി അവനെ കണ്ട് നമ്മൾ തിരിച്ച് ഈ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിൻ്റെ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുട്ടികൾ വരണം. കുട്ടികൾ വന്നിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യും. 82 വിദ്യാർത്ഥികൾ അവരുടെ അനൗപചാരിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി പ്രീ പ്രൈമറി പഠനം കഴിഞ്ഞ് അവരുടെ ഔപചാരിക വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിക്കുന്ന ചടങ്ങാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി യോഗം ആരംഭിക്കാം. ഗുഡ് മോർണിംഗ് എവരിവൺ. വളരെ സന്തോഷമുള്ളൊരു നിമിഷത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അല്ലേ. നമ്മുടെ പ്രീ പ്രൈമറി ഗ്രാജുവേഷൻ ഡേ ആണ്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങുകയാണ് നമ്മൾ. ഇത്ര ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ ഗ്രാജുവേഷൻ കഴിഞ്ഞു, പ്രീ പ്രൈമറി ലെവൽ കഴിഞ്ഞു, കഴിഞ്ഞാൽ പ്രൈമറി ലെവലിലേക്കുള്ള അവരുടെ വരവാണ്. അപ്പോൾ അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നതിനും അവരെ എല്ലാ രീതിയിലും കുറച്ചും കൂടി ഉയർത്തുന്നതിനും വേണ്ടി രക്ഷിതാക്കൾ വളരെ ജാഗ്രതയോടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ നല്ല കാര്യം തന്നെ. പക്ഷേ രക്ഷിതാക്കളുടെ എണ്ണം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറവായോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ വന്ന രക്ഷിതാക്കളെ വളരെ സ്നേഹാദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അവർ വളരെ മനോഹരമായി അവസാനിച്ചു. അതായത് അവർ ചെറുപ്രായത്തിൽ ഒന്നും അറിയാത്ത പ്രായത്തിൽ വന്ന് കുറേ നുറുങ്ങറിവുകൾ ചേർത്ത് വെച്ച് അവരുടെ അറിവിൻ്റെ ആ ഒരു ചെറുപ്രായത്തിൽ വളരെ കളിരസത്തോടു കൂടി കുറേ അറിവുകൾ അവരിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് അവർക്ക് നേതൃത്വം കൊടുത്താൽ അവരെ സഹായിച്ച അധ്യാപകരെയും അവരെ അതിനെ തയ്യാറാക്കി കൊണ്ടുവന്ന അമ്മമാരെയും അച്ഛന്മാരെയും അതുപോലെയൊക്കെ സ്നേഹാദരപൂർവ്വം നമ്മൾ ഓർക്കേണ്ട സമയം തന്നെയാണിത്. അപ്പം അങ്ങനെ ഒരു ചെറിയ കുട്ടി വളരെ ചിട്ടയോടുകൂടി ചിട്ടകളും കാര്യങ്ങളും എന്താണ് പഠനം എന്നതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നത് പ്രീ പ്രൈമറിയിൽ വരുമ്പോഴാണ്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് നമ്മുടെ സ്കൂളിൽ. അടുത്ത കൊല്ലം ഇത് കുറച്ചുകൂടി മനോഹരമായ രീതിയിലുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും കുട്ടികൾക്ക് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ വളരെ രസകരമായി ഇനി എവിടേക്കാച്ചാൽ അവരെ കൈപിടിച്ച് ഉയർത്താൻ രക്ഷിതാക്കൾ വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ട. കുട്ടികളെ നല്ല മൂല്യബോധത്തോടെ വളർത്തുക. ഇപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ അവർക്കുള്ള പുസ്തകങ്ങളോ കാര്യങ്ങളൊക്കെ കുറച്ച് അവരുടെ കയ്യിലുണ്ടാവും. അത് അറിയാതെ അവരെ പഠിപ്പിലേക്കോ അറിവിൻ്റെ നുറുങ്ങുകൾ അവർക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം രക്ഷിതാക്കളുടെ ജാഗ്രത. അല്ലാണ്ട് പഠിക്കുക അങ്ങനെയുള്ളൊരു നിർബന്ധ ബുദ്ധി പ്രീ പ്രൈമറി ലെവലിൽ അവരിൽ ചെലുത്തേണ്ട കാര്യം നിങ്ങൾക്കില്ല. അവർ രസകരമായ രീതിയിൽ അവരെ സ്വാഭാവികമായ രീതിയിൽ അറിവുകൾ സമ്പാദിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇന്ന്
വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നഴ്സറി പഠനം കഴിഞ്ഞ് പ്രീ പ്രൈമറി പഠനവും കഴിഞ്ഞ് അവർ പ്രൈമറി വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് കടക്കുകയാണ്. അടുത്ത അധ്യയന വർഷം 2025-26 അധ്യയന വർഷത്തിലേക്കുള്ള അവരുടെ അഡ്മിഷനാണ്. അതിൻ്റെ എൻറോൾമെൻറ്റ് ഡേ ആണ് ഇന്നിവിടെ നടത്തുന്നത്. ഇത് നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വാർഡിൻ്റെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ആയതിനു ശേഷം പല ചടങ്ങുകളിലും പോകാൻ സാധിക്കാറുണ്ട്, പലരും പങ്കെടുക്കാറുണ്ട്. ഇത് തികച്ചും വ്യത്യസ്തമായി എൻ്റെ ലൈഫിൽ ഇനി കണ്ടിട്ടില്ല. ഈ പ്രൈമറി കുട്ടികൾക്ക് നിൽക്കുന്ന ഒരു ആദരവും ഒരു ഇതും. സാധാരണ നമ്മൾ പ്രൊഫഷണൽ കോഴ്സുകളിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ചടങ്ങൊക്കെ നടത്തി കൃഷ്ണാവിയം അഭയ് കൃഷ്ണാവിയം അഹമ്മദ് അർഫാൻ കെ എം അഹമ്മദ് അർഫാൻ കെ എം അഹമ്മദ് ഇഹ്സാൻ എം എ അഹമ്മദ് ഇഹ്സാൻ എം എ കൃഷ്ണദേവ് പി ആർ കൃഷ്ണദേവ് പി ആർ ദക്ഷിത് പി ആർ ദക്ഷിത് പി ആർ പ്രത്യുൽ കൃഷ്ണ കെ പി പ്രത്യുൽ കൃഷ്ണ കെ പി മുഹമ്മദ് ഐസിൽ കെ എ മുഹമ്മദ് ഐസിൽ കെ എ മുഹമ്മദ് അസ്മിൽ കെ എം മുഹമ്മദ് അസ്മിൽ കെ എം മുഹമ്മദ് അഫ്നാൻ ടി എ മുഹമ്മദ് അഫ്നാൻ ടി എ മുഹമ്മദ് നസീഫ് ടി എം മുഹമ്മദ് നസീഫ് ടി എം മുഹമ്മദ് മുഷ്താഖ് കെ എ മുഹമ്മദ് മുഷ്താഖ് കെ എ മുഹമ്മദ് ഷെരീഫ് പി എ മുഹമ്മദ് ഷെരീഫ് പി എ ഹൈദർ അലി എ എസ് ഹൈദർ അലി എ എസ് സമാൻ ഷാ എ എസ് സമാൻ ഷാ എ എസ്
അദ്രിക ടി ഡി. അദ്രിക ടി ഡി. ആര്യലക്ഷ്മി ടി എ. ആര്യലക്ഷ്മി ടി എ. ഇതൾ വി പി. ഇതൾ വി പി. ഗൗരി പ്രദീപ്. ഗൗരി പ്രദീപ്. ദിയ ഫാത്തിമ എം എ. ദിയ ഫാത്തിമ എം എ. ഫാത്തിമ നാമിയ എം എൻ. ഫാത്തിമ നാമിയ എം എൻ. അടുത്ത ഫാത്തിമ നൗലയാണ്. നൗല ആബ്സെന്റ് ആണ്. ഫാത്തിമ റിഫ പി ബി. ഫൈഹ ഫാത്തിമ കെ വൈ. ഫൈഹ ഫാത്തിമ കെ വൈ. റിഫ ആബ്സെന്റ്. അത്യാവശ്യം പേരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ UKGയിൽ 3 ഡിവിഷനാണുള്ളത്, ABC. അപ്പോൾ Aയിലത്തെ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കൽ കഴിഞ്ഞിട്ട് അപ്പോൾ അവർ ബാക്കിൽ പോയിട്ട് ഫോട്ടോ എടുക്കുമായിരുന്നു. അടുത്തത് Bയിലത്തെ കുട്ടികൾക്കാണ് കൊടുക്കുക. അച്ചൂട്ടിനെ അങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചു കേട്ടോ. അത് എനിക്ക് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഫോണിൽ കാണുന്നില്ല കേട്ടോ. ഞാൻ കുറേ തപ്പി നോക്കി, അത് സാരില്ല വിചാരിച്ചു ഞാൻ. അങ്ങനെ നമ്മുടെ കുട്ടിയുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഇനി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് നമ്മുടെ UKG Bയിലത്തെ കുട്ടികളാണ് കേട്ടോ ഈ ഇരിക്കാൻ നിൽക്കുന്നതൊക്കെ. അപ്പോൾ അച്ചൂട്ടിനും ആ ഒരു കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇനി അവരുടെ ഫോട്ടോ എടുക്കലാണ്. ഇത് സ്കൂളിലെ HM ആണ് കേട്ടോ. അപ്പോൾ HMൻ്റെ ഒപ്പം ഇരുന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലാണ് അവിടെ നടക്കുന്നത്. അടുത്തത് UKG Cയിലത്തെ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കിച്ചൂട്ടനെ അച്ചൂട്ടനെ എവിടെ നിന്നൊക്കെയോ പിടിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ ഇവിടെ കറുത്തി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പറയേണ്ടത് കാക്ക കാക്ക. അപ്പം ഞാൻ പറഞ്ഞു കാക്കല്ലട വവ്വാലാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരങ്ങനെ കളിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് കുറേ കുട്ടികളുടെ കുറേ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ എന്തായാലും അച്ചൂട്ടിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങൽ കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി ശരി വീട്ടിലേക്ക് പോവാം. ഇനി ഇത് കഴിയണ വരെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. കാരണം കിച്ചൂട്ടൻ അതിനൊക്കെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. കൈ വിട്ട് പോയാൽ എവിടെയെങ്കിലുമൊക്കെ പോയി വീഴും. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ പോവാമെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.